ഉറുമല ഉണ്ണി ചേച്ചി ഉണ്ട്. പിന്നെ നമുക്കറിയാം സീനത്ത് ചേച്ചി, മനോജേട്ടൻ, ബീന ആന്റണി ചേച്ചി, പിന്നെ നമ്മുടെ അമ്മ. അപ്പൊ എല്ലാവരും റെഡി അല്ലേ? നമ്മുടെ ടെൻഷനിൽ നിന്നൊക്കെ മാറി ഒരു യാത്രയാണ് നമ്മള്. യാത്രയൊക്കെ സസ്പെൻസ് ആണ് എങ്കിലും നമ്മള് ഉള്ള സമയം യാത്ര എന്ന് പറഞ്ഞാൽ എനിക്ക് ഈ യാത്ര പണ്ട് മിമിക്രി കളിച്ചുകൊണ്ടിരുന്ന ഒരു കാലത്ത് പ്രദീപ് കൈതാരെ. അപ്പൊ അതിലൊരു ഒരു കുഴപ്പമണയില്ല കേവലം ഒരു ഭാവന ചിറകുമതി, നമുക്കൊരു സവാരി പോകാം, ഒരു പൈസ ചിലവില്ല, ഒരു കുഴപ്പമണയില്ല കേവലം ഒരു ഭാവന ചിറകുമതി. കഴിഞ്ഞ ദിവസമാണ് നമ്മുടെ നിഖിൽ വിളിച്ചിട്ട് പറഞ്ഞു, ചേട്ടാ ഒരു ട്രിപ്പ് ഉണ്ട്, അപ്പോൾ ഒന്ന് കൂടെ വരാമോ, കുറച്ച് സിനി ആർട്ടിസ്റ്റുകൾ കൂടെ ഉണ്ട്, അപ്പോൾ അവരുടെ ഒന്ന് പോകാനാന്ന് പറഞ്ഞു. കാര്യം റെക്കോർഡിങ്ങിൻ്റെയും എഡിറ്റിങ്ങിൻ്റെ ഒക്കെ നല്ല തിരക്കായിരുന്നു. കുറച്ച് പാട്ടുകളൊക്കെ ദിവസങ്ങളിൽ ഇറങ്ങാനുള്ളത് കൊണ്ട് ഞാൻ എന്തായാലും അവൻ വിളിക്ക് പോകാണ്ടിരിക്കാനും പറ്റില്ല. അങ്ങനെ നിഖിലിൻ്റെ കൂടെ അങ്ങനെ പോയി. ശരിക്കും ഒരു അടിപൊളി ട്രിപ്പായിരുന്നു കേട്ടോ. ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾ എല്ലാവരും അടിച്ചു പൊളിച്ചു. ശരിക്കും ഞാൻ ജോയിൻ ചെയ്തപ്പോൾ എനിക്ക് മനസ്സിലായി അവൻ്റെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ ആ ട്രിപ്പിൽ മൊത്തം പാട്ടൊക്കെ പാടി അടിച്ച് പൊളിച്ച് പോകാനുള്ളൊരു വൈബ് ക്രിയേറ്റ് ചെയ്യാന്നുള്ളൊരു മൂഡിലാണ് വിളിച്ചത്. അങ്ങനെ ഞാനും അങ്ങനെ ഞങ്ങളുടെ 1-2 സുഹൃത്തുക്കളുണ്ടായിരുന്നു. പക്ഷെ ട്രിപ്പ് എന്ന് പറഞ്ഞാൽ അവേശം, എന്താ പറയാ, നല്ല സൂപ്പർ ട്രിപ്പായിരുന്നു. ഒരു പാൽക്കടൽ കിടി ഓണമായിതാ തിരുവോണമായിതാ പാടിയാടിവ പുലർമേടിറങ്ങിവ പൂവുന്നുള്ളിവ മലക്കാവിലൂടെവാ കാറ്റിലാടുമീ മുളക്കാട്ടിനുള്ളിലും ഓണവില്ലുടി മുഴങ്ങുന്നു പാതിരാ കിടി ഒരു പാൽക്കടൽ കിടി ഓണനാളിൽ നീ കഥയൊന്നു ചൊല്ലിവാ. അവര് എറണാകുളത്തു നിന്നായിരുന്നു വന്നത്. വന്നപ്പോ നല്ല മഴയായിരുന്നു. ഞാനാണെങ്കിൽ കറുകുറ്റിന്നാണ് ജോയിൻ ചെയ്തത്. മഴ എന്ന് പറഞ്ഞാൽ നല്ല മഴയായിരുന്നു. വണ്ടിയിൽ കയറിയപ്പോഴാണ് ഞാൻ കണ്ടത് നമ്മുടെ ഇഷ്ടതാരങ്ങളായ തസ്ലീഖാൻ ചേച്ചി, ബീന ആന്റണി ചേച്ചി, പിന്നെ ഉറുമല ഉണ്ണി ചേച്ചി, പിന്നെ ആരാണ് അംബിക ചേച്ചി ഉണ്ടായിരുന്നു, സീനത്ത് ചേച്ചി ഉണ്ടായിരുന്നു, പിന്നെ മനോജേട്ടൻ. അങ്ങനെ നല്ല രസം, നല്ല വൈബായിട്ടുള്ള ആർട്ടിസ്റ്റുകളായിരുന്നു ഉണ്ടായിരുന്നത്. ഇവിടുന്നേ തുടങ്ങി പാട്ടും ഡാൻസും, എന്താ പറയാ, അവരുടെ തമാശകള്, മിമിക്രി. സത്യം പറഞ്ഞാൽ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തു. എല്ലാവരും ഭയങ്കര ഒരു എൻജോയിങ് മൂഡായിരുന്നു. അപ്പൊ ശരിക്കും എന്താ പറയണ, നല്ല രസമായിരുന്നു കേട്ടോ. ഒരു എന്താ പറയാ, എല്ലാവരും അടിച്ചു പൊളിച്ചു. അങ്ങനെ വളരെ സിമ്പിളായിട്ട് അടിച്ചു പൊളിച്ചു. പ്രിയമുള്ളവരെ, ഏവർക്ക് നമസ്കാരം. ഇന്ന് നമ്മളൊരു അടിപൊളി യാത്രയിലേക്ക് കടന്നിരിക്കുകയാണ്. നമ്മുടെ കൂടെ ഉള്ളത് മലയാള സിനിമയിലും സീരിയലിലും ഒക്കെ നിറസാന്നിധ്യമായ നമുക്ക് ഏവർക്ക് പ്രിയപ്പെട്ട നമ്മുടെ പ്രിയ താരങ്ങളാണ്. തെസ്നി ചേച്ചി ഉണ്ട് നമ്മുടെ കൂടെ, ഉറുമല ഉണ്ണി ചേച്ചി ഉണ്ട്, പിന്നെ നമുക്കറിയാം സീനത്ത് ചേച്ചി, മനോജേട്ടൻ, ബീന ആന്റണി ചേച്ചി, പിന്നെ നമ്മുടെ അംബിക ചേച്ചി. അപ്പൊ എല്ലാവരും കൂടി നമ്മളൊരു അടിപൊളി ട്രിപ്പാണ്. എല്ലാവരും ഹാപ്പി അല്ലേ? അടിപൊളിയല്ലേ? ഇന്നത്തെ ദിവസം നമ്മളപ്പോ ഉണ്ടല്ലോ അടിച്ചു പൊളിക്കാൻ പോവാണ്. അപ്പൊ എല്ലാവരും റെഡി അല്ലേ? നമ്മുടെ ടെൻഷനിൽ നിന്നൊക്കെ മാറി ഒരു യാത്രയാണ് നമ്മള്. യാത്രയൊക്കെ സസ്പെൻസ് ആണ് എങ്കിലും നമ്മള് ഉള്ള സമയം നമ്മൾ അടിച്ചു പൊളിക്കാൻ വേണ്ടി പോവാണ്. ഓക്കെ, അപ്പൊ ഈ യാത്രയെ കുറിച്ച് പറയുകയാണെങ്കിൽ യാത്ര എന്ന് പറഞ്ഞാൽ എനിക്ക് ഈ യാത്ര പണ്ട് മിമിക്രി കളിച്ചുകൊണ്ടിരുന്ന ഒരു കാലത്ത് പ്രദീപ് കൈതാരെ. അപ്പൊ അതിലൊരു ഹൈലൈറ്റ് ആയിട്ടാണ് കഥാപ്രസംഗം. അപ്പൊ അതിന്റെ അകത്ത് വിനോദ് കടാമംഗലം സിനിമയിലൊക്കെ ഉണ്ട്, വാഴ 2-ലൊക്കെ അച്ഛനായിട്ടുള്ള ഒരു ക്യാരക്ടർ ഉണ്ട്. അപ്പൊ അവന് ഒരു കാതികനാണ്, അവന്റെ രൂപം വെച്ചൊരു മെലിഞ്ഞ കാതികൻ. അപ്പൊ അവൻ കഥാപ്രസംഗം നടത്തി പൊളിഞ്ഞോണ്ട് ഞങ്ങൾ പക്കവളക്കാര് കമ്മിറ്റി പ്രസിഡന്റൊക്കെയാണ് പ്രദീപ്. അപ്പൊ അതിലൊരു പാട്ട് ഞങ്ങൾ പാടുന്നു കഥാപ്രസംഗത്തിൽ. അപ്പൊ എന്താന്ന് വെച്ചാൽ ആ പാട്ടാണ് ഈ പാട്ടില്, ഈ യാത്രയുടെ ഒരു പാട്ടായിട്ട് നമുക്ക് എടുക്കാം.
ഒരുമിച്ച് നമുക്കൊരു സവാരി പോകാം, ഒരുപാട് നാളുകൾക്കപ്പുറത്തേക്ക്. ഒരു പൈസ ചിലവില്ല, ഒരു കുഴപ്പവും മണയില്ല, കേവലം ഒരു ഭാവന തൻ ചിറകുമതി. ഒരുമിച്ച് നമുക്കൊരു സവാരി പോകാം, ഒരുപാട് നാളുകൾക്കപ്പുറത്തേക്ക്. ഒരു പൈസ ചിലവില്ല, ഒരു കുഴപ്പവും മണയില്ല, കേവലം ഒരു ഭാവന തൻ ചിറകുമതി. ഓക്കെ, നമ്മുടെ യാത്ര തുടരുന്നു. വളരെ മനോഹരമായ യാത്രയാണ് ഞങ്ങൾ പോകുന്നത്. എവിടെയാണ്? AR ഹാൻഡ്ലൂംസിലേക്കുള്ള യാത്രയാണ്. മാരിവിൽ ഉടനീർത്തി മാനസം നിറയുകയായി കളിചിരിയും നനവുമയായി കുറെ അമ്മച്ചിമാരും കോമൽ കുരുക്കും. ഓൺ ദ വേയിൽ നല്ല മഴയായിരുന്നു. നല്ല പൊരിഞ്ഞ മഴ. ഞങ്ങള് തൃശ്ശൂരൊക്കെ കഴിഞ്ഞ് കുതിരാൻ കയറുന്നതിന് തൊട്ട് മുന്നേ, ആ ടണലിനൊക്കെ തൊട്ട് മുന്നേ മഴയൊക്കെ ഒന്ന് ഒതുങ്ങി. അപ്പൊ നോക്കിയപ്പോ നല്ല കോടയൊക്കെ ആയിട്ട് നല്ല ഭംഗി, നല്ല ബ്യൂട്ടിഫുൾ നേച്ചറായിട്ട് ഇങ്ങനെ നിൽക്കായിരുന്നു. അപ്പൊ എല്ലാവരും പറഞ്ഞു അന്നൊന്ന് ഇറങ്ങാം നമുക്ക് എന്നൊക്കെ പറഞ്ഞ് ഞങ്ങൾ അവിടെ വണ്ടി നിർത്തി ഇറങ്ങി, സെൽഫി ഒക്കെ എടുത്ത്, പിന്നെ പുറത്തിറങ്ങി നിന്ന് പാട്ടും ഡാൻസ് ഒക്കെ ആയിട്ട് എന്താ പറയാ, അടിപൊളിയായിരുന്നു കേട്ടോ. അപ്പൊ ശരിക്കും അങ്ങനെ ചിന്തിച്ചേ, നമ്മള് ശരിക്കും നമ്മുടെ ലൈഫിൽ എല്ലാവരും എടുത്തു നോക്കിയിട്ടുണ്ടെങ്കിൽ, എല്ലാവരും ഒരു കുറച്ചൊരു സമയം കിട്ടിയിട്ടുണ്ടെങ്കിൽ സ്വയം എൻജോയ് ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നവരാണ്. ഒരു ചെറിയൊരു ഇന്നത്തെ ഒരു തിരക്ക് പിടിച്ച ജീവിതത്തിൽ ഇങ്ങനെ കിട്ടുന്ന ഒരു അവസരങ്ങളിൽ അവരെന്തുമാത്രം എൻജോയ് ചെയ്യുന്നുണ്ടെന്ന് ഞാൻ മനസ്സിലാക്കി. പിന്നെ ഞാൻ മനസ്സിലാക്കി അവർ 5 പേരും ഇടയ്ക്ക് ഇങ്ങനെ കൂടാറുണ്ട്. ഇടയ്ക്ക് ഇങ്ങനെ കൂടും, അവർ കാപ്പി കുടിക്കാനൊക്കെ പുറത്തു പോകും, അങ്ങനെയൊക്കെ പറയാണേ. ശരിക്കും ഞാനൊക്കെ ചെറുപ്പം തുടങ്ങി കണ്ട് സിനിമയിലും സീരിയലിലൊക്കെ കണ്ടുവന്ന അവരാണ്. അവരുടെ കൂടെ അവരുടെ ഒരു എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞാൽ ശരിക്കും രസമായിരുന്നു കേട്ടോ. അവര് പഴയ കാലത്തെ കഥകളൊക്കെ പറഞ്ഞ് എന്നെ സംബന്ധിച്ച് നല്ലൊരു അനുഭവമായിരുന്നു കേട്ടോ. എൻ്റെ മ്യൂസിക് ലൈഫിൽ നിന്ന് മാറി ഇങ്ങനെയുള്ളൊരു യാത്ര എന്ന് പറഞ്ഞാൽ എനിക്കൊരു നല്ല താഴ്വരയിൽ രാക്കടമ്പ് പൂക്കുമ്പോൾ മഞ്ഞണിഞ്ഞ ഓഹോ പൊട്ടു തൊട്ട് രാത്രി മുല്ല പൂക്കുമ്പോൾ പ്രണയ നീരാ കിളിവാതിൽ പ്രണയ നീരാ കിളിവാതിൽ പാതി തുറന്നതാരാണ്, ഒരു 100 ഇഷ്ടം കാതിൽ ചൊന്നതാരാണ്. കോടമഞ്ഞിൽ ലോകോ താഴ്വരയിൽ ലോകോ ചാക്കടമ്പ് പൂക്കുമ്പോൾ ലാലല്ല മഞ്ഞണിഞ്ഞ ഓഹോ മുത്തു തൊട്ട് ഓഹോ രാത്രി മുല്ല പൂക്കുമ്പോൾ ലാലല്ല. മണിച്ചേട്ടന്റെ ഒരു പാട്ടില്ലാണ്ട് പിന്നെ എന്താ അത്യാവശ്യം വരിക്കച്ചക്കടെ ഉഷാറല്ലേ? ഓക്കെ. വരിക്കച്ചക്കയുടെ ചൊട കണക്കിന് തുടുതൊടുത്തൊരു കല്യാണി, തുടുതൊടുത്തൊരു കല്യാണി. കൊടകരയിൽ കാവടിയാടുമ്പോ കണ്ടടി ഞാനൊരു മിന്നായം, കണ്ടടി ഞാനൊരു മിന്നായം. വരിക്കച്ചക്കയുടെ ചൊള കണക്കിന് തുടുതൊടുത്തൊരു കല്യാണി, തുടുതുടുത്തൊരു കല്യാണി. കൊടകരയിൽ കാവടിയാടുമ്പോ കണ്ടടി ഞാനൊരു മിന്നായം, കണ്ടടി ഞാനൊരു മിന്നായം. ചാട്ടുള്ളി മുനത്തുള്ളു തുളയ്ക്കണ മൂർച്ചയുള്ളൊരു നോട്ടമാ, മൂർച്ചയുള്ളൊരു നോട്ടമായി. കാലിടറിന വയറിന് ഇടിക്കുടങ്ങണ് നെഞ്ചിലടി, ഇടിക്കുടങ്ങണ് നെഞ്ചിലടി. തകില് കൊട്ടണ് ചുവട് വെക്കുമ്പോ താളം പോകണ പോക്കടേ, താളം പോകണ പോക്കടേ. കാവടി കിടന്നാടണ് ഒരു കാലിളകിയ ചേലില്, കാലിളകിയ ചേലില്. കണ്ടു നിക്കണ കല്യാണിക്കൊരു ചെറുചിരി ഒരു പുഞ്ചിരി, ചെറിയൊരു പുഞ്ചിരി. കരളിലപ്പൊരു കാവടിപ്പൂ അവിടെ കന്നു കിടന്നൊരു ആടണ്, കന്നു കിടന്നൊരു ആടണ്. കാവടി കഴിഞ്ഞമ്പലത്തില് ആളൊഴിഞ്ഞൊരു മൂലയിൽ, ആളൊഴിഞ്ഞൊരു മൂലയിൽ. കാത്തു നിക്കണ കല്യാണി കൈ നീട്ടി മാടി വിളിച്ചെന്നെ, നീട്ടി മണി വിളിച്ചെന്നെ. കാല് തമ്മില് കൂട്ടിമുട്ടണ് പടപട ഉള്ളി പടപട, പടപട ഉള്ളി പടപട. പോകണോ തിരിഞ്ഞാടണോ പണി പറ്റുമോ മുകിലാകുമോ, പറ്റുമോ വിരലാകുമോ. വരിക്കച്ചക്കയുടെ ചുളകണ
കണക്കിന് തൊടുത്തൊടുത്തൊരു കല്യാണി തൊടുത്തൊടുത്തൊരു കല്യാണി വടകരയിൽ കാവടിയാടുമ്പോ കണ്ടടി ഞാനൊരു മിന്നായം കണ്ടടി ഞാനൊരു മിന്നായം വരിക്കച്ചക്കയുടെ തൊടുത്തൊടുക്കിന് തൊടുത്തൊടുത്തൊരു കല്യാണി തൊടുത്തൊടുത്തൊരു കല്യാണി വടകരയിൽ കാവടിയാടുമ്പോ കണ്ടടി ഞാനൊരു മിന്നായം കണ്ടടി ഞാനൊരു മിന്നായം കാട്ടുള്ളി മിന്നായം കണ്ടടി ഞാനൊരു മിന്നായം കണ്ടടി ഞാനൊരു മിന്നായം ജസ്നിജി എന്താ വിശേഷങ്ങള് സുഖമായിട്ട് പോണ് ഞങ്ങൾ ഈ ഇടയ്ക്ക് വീഡിയോ കണ്ടിട്ടു വൈറലായി നമ്മുടെ എന്താണിത് നമ്മുടെ അച്ഛാ എനിക്ക് കയ്യിൽ പൈസ ഇല്ല എന്നുള്ളത് പിന്നെ ഞാൻ ഇപ്പൊ പറയാൻ പോകുന്നത് ഈ ഇടയ്ക്ക് വസ്ത്രധാരണത്തെ കുറിച്ച് എന്തോ പറഞ്ഞില്ല എന്തായിരുന്നു ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്തത് അതെ ആ ഒരു വീഡിയോ കണ്ട് ഇത് കഴിഞ്ഞപ്പോ ഞാൻ കുറ്റപ്പെടുത്തിയൊന്നല്ല പക്ഷെ ഒരു മുഖ്യമന്ത്രിയും വേണ്ടപ്പെട്ടവരും വരുന്ന ഒരു സദസ്സിൽ കുറച്ച് നന്നായിട്ട് ചെയ്തിരുന്നെങ്കിൽ കൊള്ളാമായിരുന്നു എന്ന് ഞാൻ പറഞ്ഞോളൂ വേറെ ഒന്നും പറഞ്ഞില്ല ഓരോ സിറ്റുവേഷൻ അനുസരിച്ച് നമ്മൾ ഡ്രസ് ചെയ്യുന്നത് വളരെ നല്ല കാര്യം ഇപ്പൊ ഞങ്ങളുടെ കൂടെ ഉള്ള എല്ലാവരും വളരെ വെൽ ഡ്രസ്ഡ് ആൾക്കാരാണ് എവിടെ പോയത് സദസ്സിൽ പോലും അന്ന് തൊട്ട് ഇന്ന് വരെ ഇപ്പോഴത്തെ ജനറേഷൻ പിള്ളേരെ പറഞ്ഞിട്ട് കാര്യം അവരെല്ലാവരും അവർക്ക് സ്വാതന്ത്ര്യമുണ്ട് ഇപ്പൊ പണ്ടത്തെ കാലം അല്ലല്ലോ ഇപ്പോഴത്തെ കാലം എല്ലാവരും അവർക്ക് ഇഷ്ടമുള്ളതൊക്കെ ധരിക്കാനുള്ള സ്വാതന്ത്ര്യമുള്ള ഒരു സമയമാണ് ഇപ്പൊ പക്ഷെ വേണ്ടാന്നൊന്നും പറയില്ല പക്ഷെ സിറ്റുവേഷൻസ് അനുസരിച്ച് അതിനൊരു ചേഞ്ച് ഒക്കെ ചെറുതായി വരുത്തിയാൽ കൊള്ളാമായിരുന്നു എന്ന് മാത്രമേ ശരിക്കും ചേച്ചിയുടെ അഭിപ്രായത്തോട് ഒട്ടുമിക്ക മലയാളികളും തന്നെ എഗ്രി ചെയ്തു ആ വീഡിയോയിൽ നമുക്ക് അതിന്റെ റെസ്പോൺസ് മനസ്സിലാക്കാം അടുത്ത് നമ്മുടെ ഉറുമളുണ്ണി ചേച്ചി എന്താണ് പുതിയ വിശേഷങ്ങളൊക്കെ ഒന്ന് പറയാമോ ഞങ്ങളുടെയൊക്കെ ചെറുപ്പം തുടങ്ങി ഞങ്ങൾ കണ്ടുവരുന്ന മുഖമാണ് ടിവിയില് വേറെ സാന്നിധ്യം ഒന്ന് പറയാമോ നമസ്തേ നമസ്തേ ഞാനിപ്പോ സിനിമയിലൊക്കെ അഭിനയിച്ചിട്ട് കുറെ കാലമായിട്ട് ഞാൻ 3-4 കൊല്ലായി ക്യാമറയുടെ മുമ്പിൽ ഇപ്പൊ നിങ്ങളുടെ ക്യാമറയുടെ മുമ്പിലെ വരുന്നത് എന്താ ചെയ്തെന്ന് ചോദിച്ചില്ലല്ലോ എന്താ ചെയ്ത പറ 4 കൊല്ലമായിട്ട് ഞാനൊരു പെർഫ്യൂം കമ്പനി ആരാലും വശീകരിക്കപ്പെടുന്ന ഒരു പെർഫ്യൂമാണ് പാട്ടൊക്കെ ഉണ്ടതില് ആ പാട്ടത് പെർഫ്യൂമിന്റെ ഒരു ലോകത്തിലാണ് കഴിഞ്ഞ 4 കൊല്ലമായിട്ട് അതാണ് എന്റെ വിശേഷം അടുത്ത് നമ്മുടെ ഡയറക്ടറായ സീനത്ത് ചേച്ചി എന്താണ് പുതിയ വിശേഷങ്ങൾ സിനിമ ഷോർട്ട് ഫിലിം ഒക്കെ ആയിട്ട് അടിപൊളിയായിട്ട് പോകണം ഞങ്ങൾ കാണുന്നുണ്ട് ഒക്കെ പുതിയ വിശേഷങ്ങളൊക്കെ ഒന്ന് പറഞ്ഞേ അല്ല പുതിയ വിശേഷം അത് തന്നെയാണ് എന്റെ ഷോർട്ട് ഫിലിം അനന്തതയിലേക്ക് എന്നുള്ള ഷോർട്ട് ഫിലിം വളരെ നന്നായിട്ട് പോയിക്കൊണ്ടിരിക്കുന്നുണ്ട് അത് ഓപ്പറേഷൻ തൂഫാൻ എന്ന് പറയുന്ന ഒരു സംഭവത്തിലേക്ക് എടുത്തതല്ല അതിന് മുൻപേ എടുത്തു വെച്ചതായിരുന്നു പക്ഷെ ഇപ്പൊ പല സ്ഥലങ്ങളിലും സബ്ജക്റ്റ് അതായതുകൊണ്ട് എല്ലാ സ്കൂളുകളിലും കോളേജുകളിലും ഓഫീസുകളിലും ഒക്കെ അത് ഭയങ്കര സന്തോഷത്തിലാണ് ഞാന് ഇടക്ക് അഭിനയം ഇപ്പൊ മമ്മൂക്കയുടെ സാറിന്റെ നമ്മുടെ അടൂർ പദയാത്ര അടൂർ സാറിന്റെ പദയാത്ര എന്ന് പറഞ്ഞ മമ്മൂട്ടി കമ്പനിയുടെ അത് ചെയ്തു ഫാമിലി 5 എന്നുള്ള സിനിമ ചെയ്തു ഇതൊക്കെ റിലീസിംഗ് വേണ്ടി വെയിറ്റിംഗ് ആണ് ഇതിനിടയിൽ എഴുത്തും സംവിധാനം പോരെ അതിന്റെ ഇടയ്ക്ക് ഇങ്ങനെ യാത്രകള് ഞങ്ങള് ഫ്രണ്ട്സ് എല്ലാം കൂടി ഇടയ്ക്ക് യാത്രകൾ അടിച്ചു പൊളിക്കുക നമുക്ക് ജീവിതം കുറച്ചേ ഉള്ളൂ അപ്പൊ സന്തോഷത്തോടെ മുന്നോട്ട് അടുത്ത് നമുക്ക് നമ്മുടെ പ്രിയപ്പെട്ട ബീനാലിനി ചേച്ചി എനിക്ക് എന്റെ ഓർമ്മയില് ഞാൻ സത്യം പറഞ്ഞ സീരിയലിന്റെ പേര് ഞാൻ ഓർക്കുന്നില്ല ബീനാലിനി ചേച്ചിക്ക് അന്നേ മനസ്സിൽ പതിഞ്ഞതാണ് ചേച്ചി എന്തുണ്ട് വിശേഷങ്ങൾ എങ്ങനെ പോകുന്നു എനിക്ക് ഇപ്പൊ ഭയങ്കര നല്ലൊരു സന്തോഷത്തിന്റെ ഒരു ദിവസങ്ങളാണ് ബാലൻ റിലീസായി കുറെ പേരെങ്കിലും കണ്ടിട്ടുണ്ടാവും അപ്പൊ അങ്ങനെ കാത്തിരുന്ന് എനിക്കൊരു നല്ല കഥാപാത്രം തന്നു അതിന്റെ ആ ഒരു സന്തോഷത്തിലാണ് അപ്പൊ ഈ ഒരു സ്പെഷ്യൽ ഡേയ്സ് എനിക്ക് ശരിക്കും പറഞ്ഞാൽ മനസ്സിങ്ങനെ നിറഞ്ഞ് പിന്നെ എല്ലാം ദൈവം ഇപ്പൊ എല്ലാത്തിനും ഒരു സമയമുണ്ട് ദാസ എന്ന് പറഞ്ഞ പോലെ അല്ലെ മനുഷ്യന് നമുക്ക് അങ്ങനെ കാത്തിരുന്ന് കിട്ടി ഇനിയും നല്ല കഥാപാത്രം കിട്ടുമെന്ന് കാത്തിരിക്കുന്നു പിന്നെ എല്ലാ സന്തോഷം ഞങ്ങളുടെ എന്താ പറയുക ഞാനും മനുവും ഉണ്ട് മോനും ഇപ്പൊ അത്യാവശ്യം ഒരു ആഡൊക്കെ അവന് ഭയങ്കര ആഗ്രഹമാണ് അവനിപ്പോ ആദ്യമായിട്ടൊരു ആഡൊക്കെ ചെയ്തു അതിന്റെ ഒരു സന്തോഷമുണ്ട് അപ്പൊ അങ്ങനെ അമ്മ എന്ന രീതിയിൽ അതും സന്തോഷം പിന്നെ ഞങ്ങളുടെ ഈ സൗഹൃദം ഉർമിള ചേച്ചി സിനു ചേച്ചി പിന്നെ തസ്നി ഞാൻ അംബിക ചേച്ചി ഞങ്ങൾ ഇങ്ങനെ ഇടയ്ക്ക് കൂടുന്നു അതൊരു യാത്ര പോകുന്നു അതൊരു ശരിക്കും പറഞ്ഞ മനസ്സിൽ ഭയങ്കര ഒരു റിലാക്സേഷൻ ആണ് തരുന്നത് ശരിക്കും പറഞ്ഞാൽ അപ്പൊ അങ്ങനെ എല്ലാം കൊണ്ടും ഹാപ്പി സന്തോഷമാണ് ശരിക്കും പറഞ്ഞ മലയാള സിനിമയ്ക്ക് ഒഴിച്ചുകൂടാനാവാത്ത
താരങ്ങളാണ് നിങ്ങൾ. കാരണം ഞങ്ങൾ കണ്ടു വളർന്നതും കണ്ടുകൊണ്ടിരിക്കുന്നതുമായ എല്ലാത്തിനും നിങ്ങളൊക്കെ തന്നെയുണ്ട്. അപ്പൊ അന്ന് തുടങ്ങി നിറ സാന്നിധ്യമാണ് നിങ്ങൾ. നമ്മൾ അടുത്തത് പോകുന്ന നമ്മുടെ മനോജേട്ടനാണ്. ഒന്നും പറയണ്ട, ഈ യാത്രയെ അതിമനോഹരമാക്കുന്നതിൽ മനോജേട്ടന്റെ പങ്ക് ഒന്നും പറയാനില്ല. പാട്ടായിട്ടും ഡാൻസ് ആയിട്ടും അടിപൊളി. മനോജേട്ടാ ഒന്ന് പറഞ്ഞ എന്തൊക്കെയുണ്ട് വിശേഷങ്ങള്? വളരെ വളരെ സന്തോഷമുണ്ട്. ഏത് മൈക്ക് പറയണം? ഇത് പറയണം, അത് പറയണം. ഇപ്പൊ പറഞ്ഞത് നല്ല അതായത് ഞാൻ ആദ്യമായിട്ടാണ് എന്റെ ഗേൾ ഫ്രണ്ട്സിന്റെ ഒപ്പം യാത്ര പോകുന്നത്. സാധാരണ ഈ ഗേൾ ഫ്രണ്ട്സ് മാത്രമായിട്ടാണ് പോകാറുള്ളത്. ഈ ഗേൾ ഫ്രണ്ട്സിന്റെ ഒപ്പം പോകുമ്പോൾ എനിക്ക് പ്രത്യേക ഒരു അനുഭൂതിയുണ്ട്. പിന്നെ നമുക്ക് എന്താ പറയാ, നമ്മൾ ഭയങ്കര ആസ്വദിക്കുകയാണ്. നമ്മുടെ പ്രായം എന്നുള്ളത് ഒരു അക്കം മാത്രമാണ്. മനസ്സിലായില്ലേ? എന്റെ പോളിസി എന്ന് പറഞ്ഞാൽ നമുക്ക് ഇവിടെ ഒരു വിസ കിട്ടി വന്നവരാണ്. ഈ ഭൂമിയിൽ ഒരു വിസ നമുക്ക് തന്നിട്ടുണ്ട് ആ ദൈവം. അതായത് നമുക്ക് ഇങ്ങോട്ട് എൻ്റർ ചെയ്യാനും ഇവിടുന്ന് എക്സിറ്റ് അടിച്ചപ്പോ പോവാനും. അത് എപ്പോഴാണ് ഈ വിസ തീരുന്നതെന്ന് നമുക്ക് ആർക്കും അറിയില്ല. നമുക്ക് വിസ കുത്തി തന്ന ദിവസം മാത്രമേ നമുക്ക് അറിയുള്ളൂ, പക്ഷെ തീരുന്ന ദിവസം നമുക്കറിയില്ല. അപ്പൊ അത് പടച്ചോന് മാത്രം അറിയാവുന്ന കാര്യം. അപ്പൊ പടച്ചോൻ നമുക്ക് ഈ മനോഹരമായ ഭൂമിയിൽ ഒരു ജീവിതം തന്നിരിക്കുന്നു. അത് ടെൻഷൻ അടിച്ചും ആകുലപ്പെട്ടും ആശങ്കപ്പെട്ടും ഓരോന്ന് ആലോചിച്ച് കൂട്ടിയുള്ള അസുഖമൊക്കെ വരുത്തിച്ചിട്ട് കാര്യമില്ല. കിട്ടുന്ന സന്ദർഭം അടിച്ചു പൊളിക്കുക. പിന്നെ ഇതെല്ലാം കഴിഞ്ഞിട്ട് നമുക്ക് അവസാനം പലയിടത്തൊക്കെ പോകാന്ന് വിചാരിക്കുമ്പോ ചിലപ്പോ അതിന് സാധിച്ചില്ല. അപ്പൊ അതുകൊണ്ടുള്ള സമയമൊക്കെ ഇപ്പൊ നമ്മൾ എത്രയും പേര് നമ്മൾ കണ്ടിട്ടുണ്ടെന്നുള്ളൂ. പക്ഷെ നമ്മളൊരു യാത്രയില് ഒരു വണ്ടിയിൽ നമ്മൾ ഭയങ്കരമായിട്ട് മെന്റലി നമ്മൾ വളരെ അജോടെ അർമാണി ഞങ്ങളിതിനെ അർമാണി എന്ന് വിളിക്കുന്നത്. അതെ, ഇതിന്റെ കോർഡിനേറ്റേഴ്സ്. അപ്പൊ ഞങ്ങൾ അങ്ങനെ മനോഹരമായിട്ട് ഞങ്ങളുടെ പാലിച്ചുകൊണ്ട്, പിന്നെ ഷാൻലി, പിന്നെ നമ്മുടെ ക്യാമറമാൻ നിഖിലുണ്ട്, പിന്നെ അങ്ങനെ ഞങ്ങൾ എല്ലാരും ഉണ്ട്. സാരഥി, ഇതിന്റെ പേര് മറന്നുപോയി, ഷൈജു ഉണ്ട്. അപ്പൊ ഞങ്ങൾ എല്ലാവരും കൂടെ, പിന്നെ കുട്ടി അല്ലെ അനു നല്ലൊരു ആങ്കറും നല്ല പാട്ടുകാരിയൊക്കെയാണ്. അപ്പൊ ഇതൊക്കെ ഞങ്ങളിപ്പോ ഒരു കുടുംബമാരി ഞങ്ങൾ പൊക്കോണ്ടിരിക്കുകയാണ്. കുറെ മണിക്കൂറുകൾ ഇനിയുണ്ട് യാത്ര, അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ട്. ഞങ്ങൾ സന്തോഷം ഞങ്ങള് അത്രേ ഉള്ളൂ. അമ്പേ ചേച്ചി. അടുത്ത് നമ്മുടെ പ്രിയപ്പെട്ട അംബിക ചേച്ചിയാണ്. മലയാള സിനിമയ്ക്ക് മലയാളികൾക്ക് ഒരുപാട് നല്ല വേഷങ്ങൾ, അമ്മ വേഷങ്ങൾ സമ്മാനിച്ച പ്രിയപ്പെട്ട അംബിക ചേച്ചിയുടെ അടുത്തേക്ക് പോവാണ്. അംബിക ചേച്ചി ഒന്ന് പറയാമോ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ, പുതിയ വിശേഷങ്ങള്? രണ്ട് മൂന്ന് പടങ്ങൾ ഇറങ്ങാനുണ്ട്, ചെയ്തു വെച്ചിട്ടുണ്ട്. പിന്നെ പുതിയ സീരിയലുകൾ ചെയ്യുന്നുണ്ട്. പിന്നെ സിനിമ സീരിയലും ഒക്കെ ആയിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു. അതിനിടയിൽ ഏറ്റവും വലിയ സന്തോഷം എന്ന് പറഞ്ഞാൽ ഞങ്ങൾ 5 പേരാണ്. 5 പേരുമായിട്ടുള്ളൊരു സൗഹൃദം എന്ന് പറഞ്ഞാൽ അത് ഒരു നല്ലൊരു ബോണ്ടിങ് ആണ്. ഞങ്ങൾ എവിടെ പോകുമ്പോഴും ഞങ്ങളെല്ലാവരും കൂടെ ഒന്നിച്ച് പോകുന്നു, ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നു, ഒരുപാട് റീൽസ് ആണെങ്കിലും എന്താണെങ്കിലും ഞങ്ങൾ ഒന്നിച്ച് ചെയ്യുന്നു. അപ്പൊ അതൊക്കെ മനസ്സിന് ഒരുപാട് സന്തോഷങ്ങളാണ് ചെയ്യുന്നത്. അപ്പോൾ ഉള്ള സമയം സന്തോഷവും സമാധാനവും ഒക്കെ ആയിട്ട് ജീവിക്കുക എന്നുള്ളതാണ് ഞങ്ങളുടെ ഒരു മുദ്രാവാക്യം എന്ന് പറയാം. ഇതാണ് ഒരുപാട് സന്തോഷം. ഞങ്ങളുടെ സൗഹൃദം ഒരു കൂട്ടായ്മ പോലെ ഒന്നിച്ച് കൊണ്ടുപോകുകയാണ്. അതാണ് ജീവിതത്തിലെ ഏറ്റവും വലിയൊരു ഭാഗ്യമായിട്ട് തന്നെ കാണുന്നത്. സത്യം, ഇതുപോലെയുള്ള ഒരു അവസരങ്ങൾക്ക് അപൂർവമായിട്ടല്ലേ കിട്ടുള്ളൂ നമ്മുടെ ജീവിതത്തിൽ. നമ്മൾ എത്ര തിരക്കുണ്ടെങ്കിലും ഞങ്ങൾ 5 പേർക്കും സമയമുള്ളപ്പോൾ ഒന്നിച്ച് കൂടും. അതാണ് ഒന്നുമില്ലെങ്കിൽ ഞങ്ങൾ വെറുതെങ്കിലും ഒരു കോഫി കുടിക്കാനാണെങ്കിലും ഒന്നിച്ച് കൂടി ആ ഒരു ദിവസം ഞങ്ങൾ എൻജോയ് ചെയ്തിട്ട് മാറാം. അതിലൊരു കാര്യം പ്രത്യേകം പറയേണ്ടത്, ഊർമിള ചേച്ചിയാട്ടെ എപ്പോഴും അതിന് ഇനിഷ്യേറ്റീവ് എടുക്കുന്നത്. എപ്പോഴും ചേച്ചി വിളിച്ച് പറയും, അപ്പൊ സിയോട് പറയും ഇങ്ങനെ എല്ലാവർക്കും ഒന്ന് ഫ്രീ ഉണ്ടോ എന്ന് ചോദിക്കൂ, നമുക്ക് എല്ലാവർക്കും കൂടെ ഒന്ന് പോയാലോ, എന്തെങ്കിലും കഴിക്കാൻ പോയാലോ, അങ്ങനെ ചേച്ചിയുടെയാണ് എപ്പോഴും മാറും. അപ്പൊ വേദന എല്ലാരും ചോദിക്കുക. ഒരാൾക്ക് അസൗകര്യമാണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ അപ്പൊ ഊർമിള പറയും നമുക്ക് എല്ലാവർക്കും കൂടെ ഒന്നിച്ചു കൂടാൻ പറ്റുന്ന ദിവസം നോക്കാം, എന്നിട്ട് നമുക്ക് ഒന്നിച്ചെടുക്കാം. അങ്ങനെ ഈ 5 പേർക്ക് എപ്പോഴാണ് ഒന്നിച്ചു കൂടാൻ പറ്റുക ആ സമയം തെരഞ്ഞെടുത്തിട്ടാണ് ഊർമിള അതിന് സന്ദർഭം ഉണ്ടാക്കി വെക്കുന്നത്. അപ്പൊ ഞങ്ങളുടെ ക്യാപ്റ്റനാണ് ഊർമിള. കൊടുക്കാം, സ്വീകരിക്കും പറയാണ്ട്. അതെ, ഇതിന് ഏറ്റവും കൂടുതൽ ഞങ്ങളെ ഈ കൂട്ടായ്മയ്ക്ക് ഏറ്റവും നന്ദി പറയേണ്ടത് ഊർമിളയോട് തന്നെയാണ്. സത്യം. ഞാനും പിന്നെ ഇടക്കിടക്കൊക്കെ സിനിമയ്ക്ക് പോകും, അല്ലെങ്കിൽ കാപ്പി കുടിക്കാൻ പോകും, അല്ലെങ്കിൽ ഭക്ഷണം കഴിക്കാൻ പോകും, ഇതൊക്കെ ചെയ്യും. പിന്നെ ആ 2ൽ നിന്ന് 3 ആയി, 4 ആയി, ഇപ്പൊ ഞങ്ങൾ 5 ആൾക്കാരുമാണ് ഉള്ളത്. അപ്പൊ ഞങ്ങള് ഇടക്കൊക്കെ പിണക്കങ്ങളൊക്കെ ഇപ്പൊ 6ാമതൊരാളും കൂടെ എപ്പോഴും എന്നോട് ചോദിക്കും ഞങ്ങൾ പോകുമ്പോഴേ നമ്മുടെ യാത്ര ഇത്രയും മനോഹരമാക്കി തരുന്നത് നമ്മുടെ ഡെസർട്ട് ട്രക്കേഴ്സ് എന്റർടൈൻമെന്റ്സ് ആണ്. അപ്പൊ ഞാനിപ്പോ ഒരു ചെറിയൊരു ക്വസ്റ്റ്യൻ അല്ല,
ഡെസർട്ട് ട്രക്കേഴ്സ് എന്റർടൈൻമെന്റ്സ് 5 വട്ടം തെറ്റാതെ പറയുന്നവർക്ക് നമ്മള് എന്തെങ്കിലും കൊടുക്കാവുന്ന ഒരു അടിപൊളി സമ്മാനമല്ലേ? സിംഗപ്പൂര്. അതെ ഒരു അടിപൊളി സമ്മാനം ഉണ്ട്. അപ്പൊ നമുക്കൊന്ന് മൈക്ക് കൈമാറാം. മനോജേട്ടൻ തുടങ്ങാം. മനോജേട്ടാ, ഇതൊക്കെ എന്ത് ഈശ്വര. തുടങ്ങാല്ലേ? തുടങ്ങാം. എന്തൊരു കാര്യം എന്ന് പറഞ്ഞാല് നിങ്ങൾ പറഞ്ഞേ സമയങ്ങളാണ് പറഞ്ഞാല് ഞാൻ പറയാം. ഡെസേർട്ട് ട്രക്കേഴ്സ് എന്റർടൈൻമെന്റ്സ്, ഡെസേർട്ട് ട്രക്കേഴ്സ് എന്റർടൈൻമെന്റ്സ്, ഡെസേർട്ട് ട്രക്കേഴ്സ് എന്റർടൈൻമെന്റ്സ്, ഡെസേർട്ട് ട്രക്കേഴ്സ് ഡെസേർട്ട് ട്രക്കേഴ്സ് കഴിഞ്ഞു. അത് തെറ്റിയാലും ഞാൻ ശരിയാക്കിട്ട് പറയും. ഡെസർട്ട് ട്രക്കേഴ്സ് എന്റർടൈൻമെന്റ്, ഡെസർട്ട് ട്രക്കേഴ്സ് എന്റർടൈൻമെന്റ്, ഡെസർട്ട് ട്രക്കേഴ്സ് എന്റർടൈൻമെന്റ്, ഡെസർട്ട് ട്രക്കേഴ്സ് എന്റർടൈൻമെന്റ്, ഡെസർട്ട് ട്രക്കേഴ്സ് എന്റർടൈൻമെന്റ്. പോയി അഞ്ചാമത്തെ പോയി. ഓക്കെ, ട്രക്കാണ്, ട്രക്കേഴ്സ് അല്ല. എന്റർടൈൻമെന്റ് പറയണ്ട. എന്റർടൈൻമെന്റ് ഡെസേർട്ട് ട്രക്കേഴ്സ് എന്റർടൈൻമെന്റ്സ്, ഡെസേർട്ട് ട്രക്കേഴ്സ് എന്റർടൈൻമെന്റ്സ്, ഡെസേർട്ട് ട്രക്കർ എന്റർടൈൻമെന്റ്സ്, ഡെസേർട്ട് എന്ന് പറഞ്ഞപ്പോ എന്റെ പോയി 5 പ്രാവശ്യം. ഡെസേർട്ട് ട്രക്കേഴ്സ് എന്റർടൈൻമെന്റ്, ഡെസേർട്ട് ട്രക്കേഴ്സ്, ഡെസേർട്ട് ട്രക്കേഴ്സ് എന്റർടൈൻമെന്റ്, ഡെസേർട്ട് ട്രക്കേഴ്സ് എന്റർടൈൻമെന്റ്, ഡെസേർട്ട് ട്രക്കേഴ്സ് എന്റർടൈൻമെന്റ്, ഡെസേർട്ട് ട്രക്കേഴ്സ് എന്റർടൈൻമെന്റ്. പോയി ഇവിടെ കൊടുത്തോ. ഇത് കറക്റ്റ് ആയിട്ട് പറയണം. ഇതിൽ സമ്മാനം അടിക്കാൻ നമ്മൾ ടെസ്റ്റിക്കാം. അല്ല, ടെസ്റ്റിംഗ് ഇങ്ങനത്തെ കാര്യത്തിലൊക്കെ സമ്മാനം അടിക്കാറുണ്ട് സാധാരണ. Desert Truckers Entertainment, 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 Desert Truckers അല്ല എന്നാലും 4 ഒപ്പിച്ചത്. അഞ്ചിനേ ഉള്ളൂ. 5 കൂടുതൽ പറഞ്ഞു. 5 കൂടുതൽ പറഞ്ഞു. 6ാമത്തേന് കട്ടായി പോയത്. ടെസ്റ്റിക്ക് അവരെ പറയാൻ പറ്റും. Desert Truckers Entertainment. അങ്ങനെ പറയാൻ പറ്റൂല. അങ്ങനെ പറ്റൂല. Desert Truckers Entertainment. ഡാൻസ് കളിക്കണേ. Desert Truckers Entertainment. പറഞ്ഞോ. ഓക്കെ ചേച്ചി അൽജോ ഈ Desert Truckers Entertainment, Desert Truckers Entertainment, Desert Truckers Entertainment, Desert Truckers Entertainment, Desert Truckers Entertainment. വെരി ഗുഡ്. അപ്പൊ ഒരാള് സിംഗപ്പൂർക്ക് ഒരാള് മലേഷ്യക്ക് കയറി. മൈക്കൊന്ന് തന്നെ ഞാൻ പറയാം. അതെ, അല്ല അതിനേക്കാൾ നല്ല റാലി പോലെയല്ല, ലോറി റാലി. പേര് മണി പണി മണ്ണ് പണി. അയ്യോ, വേണ്ട. പേര് മണി പണി മണ്ണ് പണി. മനോജേ, ഒരു ചോദ്യം ചോദിക്കട്ടെ. പറയുമ്പോ അപ്പൊ തന്നെ ക്യാമറയിൽ കറക്റ്റ് കാണുന്നില്ലേ നോക്കണം മനോജ്. മൈക്ക് അല്ല, ആക്ഷനേ ഉള്ളൂ മനോജിന്. ആക്ഷൻ മാത്രമേ ഉള്ളൂ മനോജിന്. ചോദിക്കട്ടെ, ആദ്യം പറയട്ടെ. കാണുന്നുണ്ടല്ലോ അല്ലേ? ആക്ച്വലി പറയണോ? ഇഷ്ടം പോലെ ആക്ച്വലി പറയണോ എന്താ എന്റെ ചോദ്യത്തിന് ഉത്തരം? പക്ഷെ ആലോചിക്കാൻ പാടില്ല, പെട്ടെന്ന് പറയണം. പൊട്ടൻ എങ്ങനെ വെള്ളം ചോദിക്കാൻ? അല്ലെങ്കിൽ പെട്ടെന്ന് പറ. പൊട്ടന്മാരെ ഇങ്ങനെ നീ പറയല്ല, ഞാൻ പറയട്ടെ. നിന്നോട് ചോദിച്ചില്ല, എന്നോട് ചോദിക്കേ. ശരി, ഞാൻ കാണിച്ചത് അങ്ങനെ. അയ്യേ, വെള്ളത്തിനോ? വെള്ളം ഇറക്കണം. എന്താ ഞാൻ പറയാം. എങ്ങനെ പെട്ടെന്ന് വെള്ളം ചോദിക്കുക? കണ്ണൂട്ടം കത്രി ചോദിക്കുക? പെട്ടെന്ന് പറയണം. കണ്ണോട്ട് കത്രി ചോദിക്കുന്നത് എങ്ങനെ? അങ്ങനെ കണ്ണോട്ട് കണ്ണേ വെട്ടിട്ടുള്ളൂ. കണ്ണോട്ടിനെ സംസാരിക്കാലോ. കണ്ണുവട്ടം കത്രി ഇങ്ങനെ കത്രി ഒരു പറഞ്ഞ പോലെ. കൊള്ളാം. തെലുങ്കിൽ ഒരു അനൗൺസ്മെന്റ് വരും. വൈകുന്നേരം 4:30 పరిപാടി రేడియోలో ఇందులో మాటలు కార్యక్రమాన్ని సమాప్తం. మరణాలకు మధ్యాహ్నం 2:30 నుంచి 3:30 గంటల వరకు ఇదే సమయానికి ఇదే మీటర్ పై మాటలు కార్యక్రమాన్ని వినగలరు. అంతవరకు శ్రోతల వద్ద సెలవు కూడుతుంది. కృష్ణవేణి గోపాల్ రాజ్, నమస్కారం. ഞാനും ബീനയും ഒരു ഈ ഭാഷ ഞങ്ങൾക്ക് മാത്രം അറിയാവുന്നതാണ് അല്ലേ ബീന? അപ്പൊ ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു സംഭാഷണം സംസാരിക്കാൻ പോകണം. ഞാൻ ആദ്യം ബീനയോട് ചോദിക്കുന്നു, ബീന തിരിച്ച് മറുപടി പറയുന്നു. എനിക്ക് ഇവള് അതിന് ഭയങ്കര എക്സ്പേർട്ടാണ്.
ബീന നമ്മളിപ്പോ പോണത് AR-ലേക്കാണല്ലോ. അതെ. ഏലക്കാണോ ബീന ചലത്തോട് മോക്കോട്ടല്ലേ സാട്ടി സീനത്ത് മുക്കോളി തിറ്റി ചോട്ട വാലത്ത അത്ര പോകുന്ന ഉരുവിലാച്ചി സപ്പോർട്ടോലേക്ക് കട്ട സിനിമത്തെ ഉർമിള ചക്കര അംബിക മോഹൻ കൊട്ടി ഊർമ്മ ചേച്ചി അമ്പിക മോഹന് പട്ടണം ഗുണം ഡെസേർട്ട് എന്റർടൈൻമെന്റ് മിക്കവാറും ഇടനാഴിയിൽ നിൻകള മധുരമാം കാലൊച്ച കേട്ടു മധുരമാം കാലൊച്ച കേട്ടു സ്പീക്കർ പോയിട്ടാ ഹൃദയത്തിൻ തന്ത്രിയിലാണു വിരൽ തൊടും മൃദുലമാ നിസ്വനം പോലെ ഇലകളിൽ ജനകണം ഇറ്റു വീഴും പോലെ ഉയിരിൽ അമൃതം തളിച്ച പോലെ തരണവിലോലം നീ കാലൊച്ച കേൾക്കുവാൻ അറിയാതെ കൂരി കരിച്ചു പോയി അറിയാതെ കൂരി കരിച്ചു പോയി വാതിൽ പടിയിലെ മുന്നിൽ കുങ്കുമം വാരി വിതറും ത്രിസന്ധ്യ പോലെ അതിലൂടെ ഇടനാഴിയിൽ സ്വരം മധുരമൊച്ച കേട്ടു മധുരമം കാലൊച്ച കേട്ടു. ശരിക്കും എവിടേക്കാണെന്നോ എന്തിനാണെന്നോ ആരൊക്കെ കൂടെയുണ്ടെന്നൊന്നും അറിയാതെ ഒരു ട്രിപ്പിനായിട്ട് കയറിയ ഒരാളാണ് ഞാൻ. അപ്പൊ കുറച്ച് കഴിഞ്ഞപ്പോഴാണ് ഞാൻ അറിഞ്ഞത് കുത്താമ്പള്ളിയിലുള്ള AR ഹാൻഡ്ലൂംസിലേക്കാണ് ഞങ്ങൾ പോകുന്നതെന്ന്. ചേട്ടനനിയൻ അരവിന്ദും രാജു ഇവർ രണ്ടുപേരുടെ സ്ഥാപനമാണത്. എനിക്ക് തോന്നുന്നു ആ പ്രദേശത്ത് ഒരു മമ്മൂട്ടി മോഹൻലാലാണ് രണ്ടുപേരും കൂടെ. അവരുടെ ഷോപ്പിലേക്കാണ് ഞങ്ങൾ പോയത് കേട്ടോ, ഓണം പർച്ചേസിനായിട്ട്. ശരിക്കും ചെന്ന് കഴിഞ്ഞപ്പോൾ എന്താ ഭയങ്കര ഒരു ലവിങ് വെൽക്കമാണ് ഞങ്ങൾക്ക് തന്നത്. ശരിക്കും നമുക്ക് അവരെ കാണുമ്പോൾ തന്നെ അവരുടെ ഒരു എല്ലാ കസ്റ്റമേഴ്സിനെയും എല്ലാവരും ഒരേപോലെയാണ് അവർ ഹാൻഡിൽ ചെയ്യുന്നത്, സ്നേഹത്തോടെ. ഞാൻ ഒത്തിരി ഷോപ്പുകളൊക്കെ നമ്മൾ പോയിട്ടുണ്ടെങ്കിലും ഇങ്ങനെ കസ്റ്റമേഴ്സിനെ സ്വീകരിക്കുന്നതും മറ്റേ കൊടുക്കുന്നതൊക്കെ നമ്മൾ കാണുമ്പോൾ ശരിക്കും ഇങ്ങനെ നോക്കി നിൽക്കായിരുന്നു. ഭയങ്കര സ്നേഹം കേട്ടോ, നമ്മളെയൊക്കെ ഭയങ്കര വാം വെൽക്കായിരുന്നു അവിടെ ചെന്നിട്ട് എല്ലാവരും. അവരുടെ ആ ഒരു എന്താണ് അവരുടെ ആ എളിമയും വിനയൊക്കെ തന്നെയാണ് ശരിക്കും അവരുടെ ഉയർച്ചയ്ക്കും കാരണം. ശരിക്കും അത്ഭുതപ്പെടുത്തി കളഞ്ഞു രണ്ടുപേരും. ശരിക്കും പറഞ്ഞാൽ ഒത്തിരി ഹാൻഡ്ലൂംസ് ഷോപ്പ് കുത്താമ്പള്ളിയിലുണ്ട്. പക്ഷെ ഇവരുടെ ഷോപ്പിൽ തിരക്കെന്ന് പറഞ്ഞാൽ ശരിക്കും അവര് പർച്ചേസിങ്ങിന് മാത്രമല്ല ആളുകൾ വരുന്നത്. ആളുകൾ ഇവരെ അരവിന്ദിനെ രാജുവിനെയൊക്കെ കണ്ട് സെൽഫി എടുക്കാനും, പിന്നെ എനിക്ക് തോന്നുന്നു വലിയ വണ്ടി വിളിച്ച് ഒരു പ്രദേശത്തെ ആൾക്കാരെ കൂടെ വന്ന് അങ്ങനെ പർച്ചേസ് ചെയ്യാണ്. എന്താ തിരക്കെന്ന് പറയാം ശരിക്കും കണ്ടപ്പോൾ. പക്ഷെ ഇവരുടെ ഒരു ഐഡന്റിറ്റി എന്ന് പറഞ്ഞാൽ ഭയങ്കര കേട്ടോ. കാരണം ഇവരെല്ലാവരും ഒരേപോലെ കൺസിഡർ ചെയ്യുന്നു, എല്ലായിടത്തും ഓടിയെത്തുന്നു, അവർ സ്റ്റാഫുകൾ ഒരേപോലെ പ്രൊമോട്ട് ചെയ്യുന്നു, എല്ലാവരോടും വളരെ സ്നേഹത്തോടെ. അത്ര തിരക്കിനിടയിൽ ഞങ്ങൾ വന്നപ്പോൾ ഞങ്ങളെയൊക്കെ ഭയങ്കര എന്താ പറയാ ഒരു ഭയങ്കരമായിട്ട് ഞങ്ങൾ സ്വീകരിച്ചു കേട്ടോ. അവര് ഞങ്ങൾക്ക് വേണ്ട സാധനങ്ങളൊക്കെ എടുത്ത് തന്ന് കൂടെ നിന്ന് എല്ലാവരും സ്റ്റാഫൊക്കെ കട്ട സപ്പോർട്ടായിരുന്നു. ശരിക്കും ഇങ്ങനെ ഒരു അനുഭവം ഒരു വ്യത്യസ്തമായിരുന്നു കേട്ടോ യാത്ര. ഇങ്ങനെയൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ നേരെ വിട്ടത് ഒറ്റപ്പാലത്താണ്. അപ്പോഴേക്കും ഉച്ച ഒരു 2 മണിയൊക്കെ ആയിട്ടോ ഭക്ഷണം കഴിക്കുന്ന സമയം. അപ്പോൾ ഒറ്റപ്പാലത്തുള്ള തീരം എന്ന് പറഞ്ഞ റെസ്റ്റോറൻറ്റിലാണ് ഞങ്ങൾ ഭക്ഷണം കഴിക്കാൻ പോയത്. അവിടെയും എന്താ പറയാ നല്ല ഭക്ഷണമായിരുന്നു കേട്ടോ. ഇവരെ കാളാഞ്ചി മീനൊക്കെ കൊണ്ടുവന്ന് തന്ന് നല്ലൊരു ട്രീറ്റ് ആയിരുന്നു. അവരുടെ ഭാഗത്തു നിന്ന് നമുക്ക് കിട്ടിയത് നന്നായിട്ട് വെൽക്കം ചെയ്തവര്. ഏറ്റവും അല്ലെ അവിടെ ഏറ്റവും ഹാപ്പി ആയിട്ട് പർച്ചേസിങ് കഴിഞ്ഞ് തീരം എന്ന് പറയുന്ന റെസ്റ്റോറന്റ് തീരം ഞങ്ങൾ നല്ല മീൽസ് ഇവിടെ വന്നപ്പോ തന്നെ നല്ല മീനിന്റെ മണം. അതെ മീൻകറി. അപ്പൊ ഇത് കഴിഞ്ഞിട്ട് ഞങ്ങള് ഇനി പോകുന്നത് റോയലിലേക്കാണ്. റോയൽ വെഡിങ്സ്
അപ്പൊ അവര് ഞങ്ങളുടെ എന്താണ് അമ്മയുടെ ഒപ്പം ഉള്ളവരാണ്. എത്രയോ വർഷങ്ങളായിട്ട് ഞങ്ങളുടെ അമ്മയുടെ ജനറൽ ബോഡിയൊക്കെ വരുമ്പോൾ നല്ല ഉഗ്രൻ ഫുഡ് തരുന്നത് റോയലാണ്. അവരുടെ തന്നെയാണ് റോയൽ വെഡിങ്. അപ്പൊ ഇപ്രാവശ്യം ഞങ്ങളോട് പറഞ്ഞു ഒറ്റപ്പാലം വരുമ്പോൾ റോയൽ വെഡിങ്സിലും കൂടി വരണം. അപ്പൊ ഞങ്ങൾ വിചാരിച്ചു ഈ വഴി അങ്ങനെ റോയൽ വെഡിങ്ങിലും കൂടി പോയിട്ട് വേണം നമുക്ക് തിരിച്ചു പോകാൻ. അപ്പൊ ഇനി ഞങ്ങള് നല്ല തീരത്ത് നല്ല ഫിഷിന്റെ നല്ല ഐറ്റംസ് കൂടി മീൽസ് കഴിച്ചിട്ട് പ്രസ് മീറ്റ് ബ്ലാക്ക് പിന്നെ ഉച്ചഭക്ഷണം കഴിഞ്ഞ് പിന്നെ അവിടെ നിന്ന് പോയത് നേരെ ഒറ്റപ്പാലത്തുള്ള റോയൽ സിൽക്സിലേക്ക് കേട്ടോ. അവിടെ ചെന്നു. അവിടെയും ഭയങ്കര വാം വെൽക്കം, ഭയങ്കര രസമായിട്ട് അവർ നമ്മളെ സ്വീകരിച്ചു. അവിടുത്തെ പർച്ചേസിങ് ഒക്കെ കഴിഞ്ഞ് ഞങ്ങൾ പിന്നെ എനിക്ക് തോന്നുന്നു ഒരു 7:30 ആയപ്പോഴേക്കും അവിടെ നിന്ന് തിരിച്ചു പോന്നു. ശരിക്കും പറഞ്ഞാൽ അന്നത്തെ ദിവസം എന്താ പറയണേ, വളരെ മനോഹരമായിരുന്നു. മനോഹരം എന്ന് പറഞ്ഞാൽ ശരിക്കും ഞങ്ങൾക്ക് ഒട്ടും ആരും തന്നെ ടയേർഡായിരുന്നില്ല. അതിനൊരു കാരണമുണ്ട് കേട്ടോ. ഞങ്ങൾ പോയ വണ്ടി എന്ന് വെച്ചാൽ അർബാനിയ ഫോഴ്സ് ആണ്. അർബാനിയ എന്ന് പറഞ്ഞ വണ്ടിയിലാണ് പോയത്. അത് നമ്മുടെ ഡെസേർട്ട് ടെക്കേഴ്സ് എന്റർടൈൻമെന്റ്സിന്റെ വണ്ടിയാണ്. അപ്പോൾ നമ്മുടെ ചാനലിന്റെ വണ്ടിയാണ്. അതിലെ യാത്ര എന്ന് പറഞ്ഞാൽ നല്ല അടിപൊളി യാത്രയായിരുന്നു. ഒരു മടുപ്പുണ്ടായിരുന്നില്ല, ഒരു ക്ഷീണം ഉണ്ടായിരുന്നില്ല. പോയ അതേ എനർജി തന്നെയാണ് ഞങ്ങൾ വൈകിട്ട് തിരിച്ചു വന്നത്. ശരിക്കും ആ ഒരു ദിവസം അത്രയും മനോഹരമാക്കി തന്ന, അത്രയും എന്റർടൈൻമെന്റ് ആക്കി തന്ന ഡെസേർട്ട് ടെക്കേഴ്സ് എന്റർടൈൻമെന്റിനുള്ള നന്ദി എത്ര പറഞ്ഞാലും മതിയാവില്ല. ശരിക്കും എന്നോടൊപ്പം തന്നെ ഉണ്ടായിരുന്ന ഫുൾ ക്രൂ എല്ലാവരും, ഈ ആർട്ടിസ്റ്റുകളടക്കം എല്ലാവരും ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തു. ഞങ്ങൾ വളരെ ആസ്വദിച്ചു. ഞങ്ങൾ ഇന്ന് AR ഹാൻഡ്ലൂംസിലും അതുപോലെ നമ്മുടെ റോയൽ സിൽക്സിലുമാണ് പോയി. വളരെയധികം ആഹ്ലാദ ചിത്തരായിട്ട് ഞങ്ങൾ ഈ വണ്ടിയിൽ യാത്ര ചെയ്തു, പാട്ടുപാടി എന്റർടൈൻ ചെയ്തു എല്ലാവരുമായിട്ട്. നമ്മുടെ എൽജോ ഞങ്ങളുടെ ഈ വണ്ടിയുടെ ഓണർ നമ്മളുടെ ഒപ്പം ഇങ്ങനെ കാവലാളായിട്ട് കൂടെ ഉണ്ടായിരുന്നു. ഞങ്ങൾക്ക് ഭയങ്കര അതെ, നമ്മൾ ഈ അർമാണി മാത്രമല്ല, ഡെസ്നിയുടെ അർമാണി. അപ്പൊ വളരെ ഹാപ്പിയാണ് കേട്ടോ. ഞങ്ങൾ വളരെ ഹാപ്പിയാണ്. ഡെസേർട്ട് ട്രക്കേഴ്സ് എന്റർടൈൻമെന്റ്സ് ഞങ്ങൾക്ക് ഇത്രയും വലിയ ഒരു നല്ല യാത്ര സുഖം ഒരുക്കി തന്ന ഞങ്ങൾക്ക് എൽജോയ്ക്കും അതുപോലെ ക്യാമറമാൻ നിതിൻ, അതുപോലെ നമ്മുടെ പരിപാടിയൊക്കെ നടത്തി നമ്മളെ ആനന്ദചിത്തരാക്കിയ നമ്മുടെ ഷാൻലി. അപ്പൊ വളരെ വളരെ ഹാപ്പി. സാരഥി ഷൈജു സാരഥി. അത് പറഞ്ഞാൽ നല്ലൊരു സാരഥിയായിരുന്നു. ഇങ്ങനെ വേണം സാരഥി. വണ്ടി നല്ല കംഫർട്ടാണ്, നമുക്ക് നല്ല സുഖമാണ്. ഈ വണ്ടിയിൽ പ്രത്യേകിച്ച് ക്ഷീണമൊന്നും അറിയുന്നില്ല കേട്ടോ. പിന്നെ നമ്മള് ഈ പറഞ്ഞാല് കുറെ മണിക്കൂറായില്ലേ, എന്നിട്ടും ഇപ്പോഴും ക്ഷീണമില്ല. ക്ഷീണം ഉണ്ടാവും, വണ്ടിയിൽ യാത്ര ചെയ്തതിന് ക്ഷീണം. അതെ അതെ അതെ. അപ്പൊ എന്തായാലും ഞങ്ങളുടെ എല്ലാവരുടെ മനസ്സ് നിറഞ്ഞ സന്തോഷം. അപ്പൊ ഒരിക്കൽ കൂടി ഓണാശംസകൾ, ഞങ്ങളുടെ എല്ലാ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. എത്തിയത് പറഞ്ഞില്ല, തിരിച്ച് വീട്ടിലെത്തിയത് പറഞ്ഞില്ല. ഞങ്ങൾ വീട്ടിലെത്തുന്നത് പറഞ്ഞില്ല. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ റഹ്മാൻ റഹീം. മാഷാ അല്ലാഹ്, മബ്രൂക്ക്, താങ്ക് യു. ഓണാശംസകൾ.